രക്തസ്രാവക്കാരി സ്ത്രീ എല്ലാവരാലും ത്യജിക്കപ്പെട്ടവളാണ്. അവളെ ആരും തൊടാൻ പാടില്ല, അവളാരെയും തൊടാനും പാടില്ല. അങ്ങനെ അശുദ്ധമായി 12 കൊല്ലം രക്തസ്രാവം ആയി അവൾ കഷ്ടപ്പെടുകയാണ്. പലരും ചികിത്സിച്ചു, പല ചെലവും ചെയ്തു, ഒരു രക്ഷയും കിട്ടിയില്ല. അവസാനം കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അതാണ് അവിടെ പൂർണ്ണമായ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരൊക്കെ തള്ളി നീക്കിക്കൊണ്ട്, പലർക്കറിയാം, ചിലർക്കറിയാം അവൾ രക്തസ്രാവസ്ത്രീയാണ്, എന്താ ഇവൾ കാണിക്കണമെന്നൊക്കെ ചോദിച്ചു. മാറിപ്പോയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ ആരെയും കണക്കില്ല. അവൾ തള്ളിക്കയറി, കർത്താവിൻ്റെ ഇടയിലേക്ക് തള്ളിക്കയറി. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ തള്ളിക്കയറേണ്ടിയൊക്കെ വരും. തള്ളിക്കയറി കർത്താവിൻ്റെ അടുക്ക ചെന്നു. അവൾ ആ വസ്ത്രത്തിൻ്റെ, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ മാത്രം ഇത് തൊട്ടുള്ളൂ. അപ്പോഴേക്കും അവളുടെ രക്തസ്രാവം മാറി. അവൾ ആ സന്തോഷം അനുഭവിച്ചറിഞ്ഞു. എന്നെ തൊട്ടതാര്? ഉടനെ കർത്താവ് ചോദിച്ചു. അയ്യോ, എത്ര പേരെ തിക്കിത്തിരിക്കണ കർത്താവ്, ആരാ നിന്നെ തൊട്ടത്? ഞങ്ങളെങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ തൊടുന്നത് പോലെയല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഉടനെ അവൾ കർത്താവ് മുമ്പിൽ ചെന്ന് വീണ് പറഞ്ഞു, ക്ഷമിക്കണം, ഞാനാണ് തൊട്ടതെന്ന് പറഞ്ഞു. കർത്താവിനറിയാം അവളാ തൊട്ടത്, എങ്കിലും അവളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു. അപ്പോൾ പലരും അതിനെ വ്യാഖ്യാനിക്കുന്ന അവൾക്ക് സമൂഹത്തിൽ മാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പലരുടെയും പ്രസംഗം അങ്ങനെയാണ്. ഈ അപ്പോസ്തല സഭകളിലില്ലാത്തവരൊക്കെ പ്രസംഗിക്കുന്നത്, നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങളെവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ വാല് കിട്ടും. അതിന് വേണ്ടിയിട്ടൊന്നുമല്ല കർത്താവ് ചെയ്ത്. കർത്താവ് അവളോട് എന്താ പറഞ്ഞേ? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ വിശ്വാസത്തിനാണ് അവിടെ പ്രാധാന്യം. വിശ്വാസത്തിൻ്റെ കാര്യം പലരും പറയും, അവസാനം ഈ മാനം കിട്ടാനാണ്, അതാണ് ഇതാണ്. അപ്പോൾ ഈ ലോകത്തിലെ മാനങ്ങൾക്കും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. വിശ്വാസം മൂലമാണ് രക്ഷ. രക്ഷ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്.